എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് എന്റെ വെരിഗേറ്റഡ് പേരയുടെ അരികിലാണ്. അപ്പൊ വെരിഗേറ്റഡ് പേര നിറച്ചും കായ്ച്ചിട്ടുണ്ട്. 1.5 വർഷമായിട്ടുള്ളൂ നമ്മൾ നട്ടിട്ട്. അപ്പൊ നമ്മുടെ വീട്ടില് വെക്കാൻ പറ്റിയ നല്ലൊരു പേര തന്നെയാണ് വെരിഗേറ്റഡ്. അപ്പൊ എല്ലാവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ പേരക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞാല് പുഴുക്കേട്, അതേപോലെ പേരക്ക വലിപ്പം വെക്കണില്ല, പിന്നെ ഈ പേരക്കൊക്കെ കിളികളും വവ്വാലൊക്കെ കൊത്തിടല്. അപ്പൊ മിക്ക ആളുകൾക്കും പേരക്കൊന്നും തന്നെ കിട്ടാറില്ല. ഇന്നിപ്പോ നമ്മ ബഡ് ചെയ്തതും ഒക്കെ പ്ലാന്റുകളൊക്കെയുള്ള നമ്മുടെ കൈ എത്തിച്ച് തന്നെ നമുക്ക് പൊട്ടിക്കാൻ പറ്റിയ പേരകളൊക്കെയാണ് ഇന്ന് ഉള്ളത്. നമുക്ക് കായ്ച്ച പേര വരെ നമുക്കിന്ന് മേടിക്കാൻ കിട്ടും. അപ്പൊ കണ്ട ഈ പേരാന്ന് വെച്ചാൽ നിറച്ച് കായ്ച്ചേക്കണേണ്. അപ്പൊ നമുക്ക് ഇതിനൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. അപ്പൊ കണ്ട ഇതാണ്ടാ ഫ്രൂട്ട് പ്രൊട്ടക്ഷൻ ബാഗ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പേരയ്ക്ക് മാങ്ങ എന്ത് വേണമെങ്കിലും നമുക്ക് കൈ എത്തിച്ച് ഇടാൻ പറ്റിയ എന്ത് വേണമെങ്കിലും നമുക്ക് ഇത് കവർ ചെയ്ത് ഇട്ട് കഴിഞ്ഞാല് ഇത് ഈ കണ്ടായി നമുക്ക് കാണാം. ഫ്രൂട്ട് വലുതാകണതും അതേപോലെ പഴുത്ത് നിൽക്കണതൊക്കെ കാണുകയും ചെയ്യും. ഇനിയിപ്പോ പഴുത്ത് കിടന്നാൽ തന്നെ ഇതിന്റെ ഉള്ളിൽ വീണ് കിടന്നോളൂ. നമുക്ക് പച്ചനെ ഒന്നും പൊട്ടിച്ച് വെക്കണ്ട. നല്ല മൂപ്പത്തിയ ഫ്രൂട്ട് മാത്രം നമുക്ക് പറിച്ചാൽ മതി. കണ്ട അപ്പൊ ഇത് ഇട്ട് കൊടുക്കലാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോണത്. അപ്പൊ നമ്മളെ കണ്ട പേരക്കകൾ കണ്ട നിറച്ച് ഈ വെരിഗേറ്റഡ് പേര പ്രത്യേകത കണ്ടില്ലേ? ഇതില് 2 ടൈപ്പ് ഇലകളുണ്ട. ഈ 2 ടൈപ്പ് ഇലകൾ എന്ന് വെച്ചാൽ 2 പേര ബഡ് ചെയ്തതൊന്നുമല്ല. ഇത് ഒരു പേരേമ തന്നെ 2 വെറൈറ്റി പേരക്കയും ഉണ്ടാവും. അപ്പൊ ഈ വെരിഗേറ്റഡ് ഇലയുടെ പേരക്കകള് ഇതേ കളർ തന്നെ ആയിരിക്കുള്ളൂ. പേരക്കക്ക് പച്ച കളറിൽ പോയേക്കണണ്ട, അതിന് പച്ച കളറായിരിക്കുള്ളൂ. നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു പേര തന്നെയാണ് വെരിഗേറ്റഡ്. എപ്പോഴും പേരക്ക ആയിരിക്കുള്ളൂ. നല്ല ടേസ്റ്റിയാണ്. ഉള്ളു നല്ല പിങ്ക് കളറൊക്കെയാണ്. പിന്നെ പുഴുക്കളുടെ ശല്യം കുറവുള്ള ഒരു പേരേട്ടാ. ഒട്ടും തന്നെ ഇല്ലെന്ന് പറയാ വെരിഗേറ്റഡ് പേര. നമ്മുടെ മുറ്റത്തൊക്കെ വെച്ച് കഴിഞ്ഞാല് നല്ലൊരു അലങ്കാര ചെടി പോലെ നിൽക്കും. കണ്ട നല്ല ഭംഗിയില് 2 സൈസ് ഇലകളൊക്കെ ആയിട്ട് നിൽക്കും. പിന്നെ നമുക്ക് കണ്ട ഇതിൽ എപ്പോഴും ഇതിൽ നിറച്ച് കായ ഫ്ലവർ ചെയ്തിട്ടുണ്ട്. കണ്ട ഫ്ലവർ ചെയ്തിട്ടുണ്ട്. വലിയ കായകളുണ്ട്, ചെറിയ കായകളുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഫ്രൂട്ട് പ്രൊട്ടക്ഷൻ ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇത് നമുക്ക് എങ്ങനെയാണ് ഇടണ്ടേന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇതൊക്കെ ഇതിന് മുമ്പ് തന്നെ ഇടണം. ഇതൊക്കെ ഇപ്പൊ കുറച്ച് വലിയ ഫ്രൂട്ട് ആയേക്കണതാണ്. കണ്ട നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് കണ്ട ഇത് ഇതേപോലെ ഇട്ട് നമുക്ക് കണ്ട ഫ്രൂട്ട് നമുക്ക് കാണാം. നമ്മ ഒരു കിറ്റാ കവറൊക്കെ വെച്ച് മൂടിക്കഴിഞ്ഞാൽ നമ്മ ഏത് സമയം തുറന്നു നോക്കണം ഫ്രൂട്ട് പഴുത്തോ വലുതായോ എന്നൊക്കെ. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നെറ്റിന്റെ ഉള്ളിൽ കൂടെ കാണാം ഇത് പഴുത്താല്. അപ്പൊ പഴുക്കുന്ന ടൈമിൽ പറിച്ചാൽ മതി. ഇനിയിപ്പം പഴുത്ത് കഴിഞ്ഞാൽ തന്നെ ഈ നെറ്റിൽ വീണ് കിടന്നോളും. അപ്പോഴും നമുക്ക് താഴെ മണ്ണിലൊന്നും വീഴയില്ല. നമുക്ക് പഴുത്ത ശേഷം മാത്രം ഫ്രൂട്ട് പറിച്ചാൽ മതി. അപ്പൊ ഇത് കണ്ടില്ല, ഇതൊരു 3 പേരൊക്കെ ഒന്നിച്ച് കിടക്കണേണ്. അപ്പൊ ഇത് നമുക്ക് ഒന്നിച്ച് തന്നെ നമുക്ക് കവർ ചെയ്യാണ്ട. നമുക്ക് ഒന്നിച്ച് ഇതേപോലെ കവർ ചെയ്ത് കഴിഞ്ഞാല് നമുക്കപ്പോ ഒരെണ്ണം മതി. ഈ 3ഉം ഇതിന്റെ ഉള്ളിൽ തന്നെ കിടന്ന് വലുതായിക്കോളൂ. ഇത് പല സൈസിലുള്ള കവറുകൾ നമുക്ക് മേടിക്കാൻ കിട്ടോട്ടാ. കണ്ട ഇതിപ്പോ ഈ 3ഉം കൂടി ഇതിന്റെ ഉള്ളിൽ കിടന്ന് വലുതായിക്കോളൂ. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇറ്റൊക്കെ ഇട്ട് മൂടുകയാണെങ്കിൽ അതിന്റെ ഉള്ളിൽ വെള്ളം കെട്ടിക്കിടക്കും. ഇത് വെള്ളമൊക്കെ വാർന്ന് പോയിക്കോളും. ഇതേപോലെ നമുക്ക് കായ്ച്ചകളുടെ ശല്യം ഒന്നും ഉണ്ടാവില്ല. ഇത് വെച്ച് മൂടിക്കഴിഞ്ഞാല് പേരക്ക നമുക്ക് എല്ലാ പേരക്ക മരത്തിലുണ്ടാവണ എല്ലാ പേരക്കയും നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഈ ലാഡറൊക്കെ വെച്ച് കയറി നിൽക്കാവുന്ന എല്ലാ സ്ഥലങ്ങളിലും തന്നെ നമുക്ക് മൂടാൻ പറ്റും. ഏറ്റവും പൊക്കത്ത് നമ്മ ഇപ്പൊ എല്ലാം ഇപ്പൊ പ്രൂൺ ചെയ്ത് നിർത്തണേണ്. എല്ലാവർക്കും പറിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടൊക്കെ എല്ലാ ഫ്രൂട്ട് പ്ലാന്റും എല്ലാവരും ഈ പ്രൂൺ ചെയ്ത് നിർത്തുമ്പോ നമ്മുടെ കയ്യെത്തി കണ്ട ഇപ്പൊ വെരിഗേറ്റഡ് പേരാന്ന് പറയുന്നത്. കണ്ട ഇതിന്റെ പേരക്ക ഇതേപോലെയാണ് ഇരിക്കണണ്ട. ഈ ഇലയുടെ കളർ തന്നെയാണ് പേരക്ക. അതേസമയം ഈ കുമ്പളത്തെ പേരക്ക കണ്ട ഇതേപോലെ. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് കവർ ചെയ്യാൻ കണ്ട നിറച്ച് പേരക്കകളാണ് കണ്ടുണ്ടായിക്കണത്. ഇഷ്ടം പോലെ പേരക്ക ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു പേര മതി നമുക്ക്. അധികം പേരൊന്നും നമ്മ വെക്കണമെന്നില്ല. നമുക്ക് എപ്പോഴും പേരക്ക കഴിക്കുകയും ചെയ്യാം. നമുക്കിതും ഒന്ന് കവർ ചെയ്തിടാം. ഇത് കണ്ട ഇതേപോലെ ഈ വള്ളി ഉള്ളാരെ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് ഇട്ടാ മതി. കെട്ടൊന്നും വേണ്ട. കണ്ട ഇതൊക്കെ നമുക്ക് കവർ ചെയ്യാനായിട്ട് നല്ല എളുപ്പമാണ്. ഇപ്പൊ കൊല കുത്തി കിടക്കണേല് ഒറ്റ കവർ മതി കേട്ടാ. ഇതേപോലെ ഇട്ട് കഴിഞ്ഞാല് കാണാനും നല്ല ഭംഗിയാണ്.
നമുക്ക് എല്ലാ പേരക്കകളൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ നമ്മ കയ്യെത്തണ സ്ഥലത്തൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ലാഡർ വെച്ചിടാനുണ്ട് കുറച്ച്. പിന്നെ ഇതൊക്കെന്ന് പറഞ്ഞാല് ഒന്നും കൂടി ഇത്തിരി വലുതായിട്ട് വേണം ഇടാനായിട്ട്. പിന്നെ നമ്മ ഈ കവറില്ല ഒറ്റ പ്രാവശ്യം യൂസ് അല്ല കേട്ടാ, നമുക്ക് വർഷങ്ങളോളം ഉപയോഗിക്കാം. നമുക്കിത് മാറ്റി മറിച്ച് ഈ പേരയൊക്കെ ആകുമ്പോന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി അടുത്തതിനൊക്കെ ഇട്ട് വർഷങ്ങളോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ്. അല്ലാണ്ട് ഒരു പ്രാവശ്യത്തെ യൂസ് അല്ല ഇത്. അപ്പൊ നമുക്ക് മേടിച്ചെന്ന് വിചാരിച്ച് നമുക്ക് ഒരു നഷ്ടവും ഇല്ല. നമുക്ക് ഫ്രൂട്ട് എല്ലാം തന്നെ നല്ല മൂത്ത് പഴുത്ത് കിട്ടുകയും ചെയ്യും. അപ്പൊ ഞാൻ മാംഗോസ്റ്റിന് ഇതേപോലെ കവറിട്ട് വെച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ മാംഗോസ്റ്റിന് കവറിട്ടേക്കണില്ല. അപ്പൊ മാംഗോസ്റ്റിൻ പഴുത്ത് കഴിഞ്ഞാൽ കണ്ട ഇതേപോലെ നെറ്റപ്പാട് തന്നെ താഴെ വീണെടുക്കും കണ്ട. അപ്പൊ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ഫ്രൂട്ട് കിട്ടും. ആ നെറ്റ് ഇതിന്റെ വെയിറ്റ് കൊണ്ടിട്ട് പഴുത്ത് കഴിഞ്ഞാല് ഇത് താഴേക്ക് നെറ്റപ്പാട് തന്നെ വീഴും. അപ്പൊ നമ്മുടെ അതേ കണ്ട അതേപോലെ വീണ് കിടക്കണ നെറ്റിന്റെ ഉള്ളിലെ ഫ്രൂട്ടാണ് കണ്ട. അപ്പൊ നമുക്കിത് നോക്കാം എങ്ങനെയാണെന്ന്. കണ്ട നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഫ്രൂട്ട് ഇരിക്കണേണ്. അപ്പൊ നമുക്ക് ഇതേപോലെ കവറൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞാല് നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഫ്രൂട്ടൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പൊ നമുക്ക് ഇതേപോലെ ഫ്രൂട്ടൊക്കെ ഇതേപോലെ ഇട്ട് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഫ്രൂട്ട് എല്ലാം തന്നെ കിട്ടുകയും ചെയ്യും. നമുക്ക് പേരക്ക, ചാമ്പക്ക, മാംഗോസ്റ്റിൻ അങ്ങനെ എല്ലാ തരം ഫ്രൂട്ടും നമുക്ക് കവർ ചെയ്തിടാം. അപ്പൊ നമുക്ക് ഓൺലൈനിൽ നിന്ന് ഇത് മേടിക്കാൻ കിട്ടും. ഫ്രൂട്ട് പ്രൊട്ടക്ഷൻ ബാഗ് എന്നാ പറയണത്. നമുക്ക് പല വലിപ്പത്തിലുള്ളതൊക്കെ കിട്ടും. ചക്കയൊക്കെ വേണമെങ്കിൽ ചക്ക ഇടാനുള്ള ബാഗും കിട്ടും. അപ്പൊ ഏത് ഫ്രൂട്ട് വേണമെങ്കിലും നമുക്ക് കവർ ചെയ്തിടാം. ഇന്ന് ഫ്രൂട്ട് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ സ്ഥലം ഇല്ലാത്തവർ വരെ ടെറസിൽ വരെ ഫ്രൂട്ട് പ്ലാന്റ് വെച്ചുപിടിപ്പിക്കാനാണ്. അപ്പൊ എല്ലാ വീട്ടിലും ഫ്രൂട്ട് പ്ലാന്റുകൾ ഇല്ലാത്ത, അത് മാത്രമല്ല പണ്ടത്തെ പോലെ വലിയ മരവണ ഫ്രൂട്ട് ഒന്നുമല്ല എല്ലാവരും വെക്കണം. ഇതേപോലെ ബഡ് ചെയ്തതും ഗ്രാഫ്റ്റ് ചെയ്തതും ലെയർ ചെയ്തതുമായ പ്ലാന്റുകളൊക്കെ വെക്കണം. അപ്പൊ എന്ന് വെച്ചാൽ നമുക്ക് തന്നെ ഈ കവർ ചെയ്തിടാൻ ഉള്ളൂ. അപ്പൊ എല്ലാവരും ഇതേപോലെ ഫ്രൂട്ടൊക്കെ കവർ ചെയ്തിടണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.